ഹലോ ലേണേഴ്സ്. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് സെമസ്റ്റർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് കുട്ടികളുടെ AEC ടെക്സ്റ്റിലുള്ള സെക്കൻഡ് മൊഡ്യൂൾ അതിൽ ആദ്യത്തെ പോം ദ എക്സ്പ്രസ് റിട്ടൺ ബൈ സ്റ്റീഫൻ സ്പെൻഡർ. ആ പോമിൻ്റെ നമ്മൾ അനാലിസിസും ഓത്തോ ഇൻട്രൊഡക്ഷൻ അതേപോലെ സമ്മറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ലൈൻ ബൈ ലൈൻ സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പോയിന്റ് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വീഡിയോ കണ്ട ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം നമുക്ക് കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഓത്തറിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആദ്യം അത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓത്തറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓത്തറിനെ കുറിച്ച് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ essay ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന 10 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓത്തറിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഒരു 3-4 ലൈൻസൊക്കെ എഴുതുവാണെങ്കിൽ കുറച്ച് നല്ല മാർക്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓത്തറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 പാരഗ്രാഫായിട്ട് ഈ ഒരു പോമിൻ്റെ ഫുൾ ഫ്ലെജ്ഡ് സമ്മറിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പോം എന്തിനെക്കുറിച്ചാണ്, എന്താണ് മെയിനായിട്ട് കാര്യങ്ങൾ, എന്തിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ അവിടെ 2 പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സാമിന് പോകുന്ന മുമ്പ് ജസ്റ്റ് അതൊക്കെ നല്ലപോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അത് കഴിഞ്ഞ് ഈ പോം കൂടി നല്ലപോലെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ലപോലെ മാർക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പോമിൻ്റെ ലൈൻ ബൈ ലൈൻ നമുക്ക് സമ്മറി നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്ന കാര്യം നമ്മുടെ സ്റ്റീഫൻ സ്പെൻഡർ, അതാണ് നമ്മുടെ ഈ എക്സ്പ്രസ് പറഞ്ഞ ആ ഒരു പോമിൻ്റെ റൈറ്ററാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഞാൻ ഒരു സ്ലൈഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 1 ലൈൻ മാത്രം, 1 സെൻറ്റൻസ് മാത്രം അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. സർ സ്റ്റീഫൻ സ്പെൻഡർ born on 1955 and died on 1995 was a renowned English poet. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈറ്റർ സ്റ്റീഫൻ സ്പെൻഡർ പറഞ്ഞ ആ റൈറ്റ് ഇംഗ്ലീഷ് പോയറ്റാണ്. റിനൗണ്ട് പറയുമ്പോൾ ഫേമസ്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റാണ്, നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്. അതേപോലെ ആൾ കൂടുതലായിട്ടും ആളുടെ വർക്ക്സ് ഒക്കെ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്ന തീംസ് വന്നിട്ട് സോഷ്യൽ ഇൻജസ്റ്റിസ്. നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ഇൻജസ്റ്റിസിനെ കുറിച്ചും അതേപോലെ തന്നെ ക്ലാസ് സ്ട്രഗിൾ, ഹൈ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് ഉള്ള ആ ക്ലാസ്സിലുള്ള സ്ട്രഗിൾസിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ക്ലാസ് കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ഇല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, ഹൈ ക്ലാസ് പീപ്പിൾ, ലോ ക്ലാസ് പീപ്പിൾ പറഞ്ഞ് ആ ഒരു വിവേചനം, അതിൽ എത്രമാത്രം ആൾക്കാരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, അതിനെക്കുറിച്ചും അതേപോലെ തന്നെ സൊസൈറ്റി നടക്കുന്ന കുറേ ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഇൻജസ്റ്റിസ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്കൽ ഇൻജസ്റ്റിസിനെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഓത്തർ വന്നിട്ട് എഴുതാവുന്നത്. ആൾ പോയറ്റാണ്, നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് മാത്രമേ ഓത്തറിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് സെൻറ്റൻസ്, ദ എക്സ്പ്രസ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ സ്പെൻഡേഴ്സ് കളക്ഷൻ ഓഫ് പോംസ് എൻറ്റൈറ്റിൽഡ് സ്റ്റിൽ സെൻറ്റർ. അത് ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മുടെ സ്റ്റിൽ സെൻറ്റർ പറഞ്ഞ ആ ഒരു പോയമിൻ്റെ കളക്ഷൻ. ആ പോം കളക്ഷനിൽ വരുന്ന പോമാണ് നമ്മുടെ ഇത് എക്സ്പ്രസ് പറഞ്ഞ ഒരു പോം. അപ്പോൾ ആദ്യമായിട്ട് ആൾ പബ്ലിഷ് ചെയ്ത പോം കളക്ഷനാണ് ദ സ്റ്റിൽ സെൻറ്റർ എന്ന് പറഞ്ഞ ആ ഒരു പോം കളക്ഷൻ. ദെൻ ലേറ്റർ ദ എക്സ്പ്രസ് പോർട്രേസ് ദ എക്സിലറേറ്റിംഗ് ആൻഡ് പവർഫുൾ ജേർണി ഓഫ് എ ട്രെയിൻ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഗ്രേറ്റ് സ്പീഡ് ആൻഡ് ദ എമോഷൻസ് ഇറ്റ് ഇവോക്സ് as it travels through different landscapes and creates a symphony of motion. അപ്പോൾ ഈ എക്സ്പ്രസ് പറഞ്ഞ ആ പോമിൻ്റെ ഒരു 1 ലൈൻ സമ്മറിയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു പോം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എക്സ്പ്രസ് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊരു ട്രെയിനിനെ കുറിച്ചൊരു പോമാണ്. അപ്പോൾ അത് എക്സ്പ്രസ് പറഞ്ഞ ഈ ഒരു പോം വന്നിട്ട് മെയിനായിട്ട് പറയുന്നത് എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ജേർണി, ട്രെയിനിൻ്റെ ഒരു പവർഫുൾ ജേർണീനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ പവർഫുൾ ജേർണി അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പവർഫുൾ ജേർണീനെ വന്നിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രേസ്, അതിൻ്റെ ബ്യൂട്ടി, ഏതൊരു കാര്യത്തിലാണെങ്കിൽ ഈ വേൾഡിൽ എല്ലാ കാര്യത്തിനും ഒരു ബ്യൂട്ടി ഉണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ട്രെയിൻ പോകുന്നതും ഒരു ബ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ട്രെയിനിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വർണ്ണിച്ചിട്ടാണ് ഈ ഒരു പോകുന്നത് സ്റ്റീഫൻ സ്പെൻഡർ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ട്രെയിൻ പോകുന്നതിനെ കുറിച്ച്, ആ പവർഫുൾ ജേർണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഗ്രേസിനെ കുറിച്ച്, അതിൻ്റെ സ്പീഡിനെ കുറിച്ച്, അതിൻ്റെ എമോഷൻസിനെ കുറിച്ച്. അതേപോലെ ട്രെയിൻ പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പിലൂടെയാണ് അത് കടന്നു പോകുക അല്ലെ. ഓഷനിലൂടെ കടന്നു പോകും, ഇല്ലെങ്കിൽ ട്രീസിലോ ഫോറസ്റ്റിലോ അതിലൂടെ പോകും. അപ്പോൾ അങ്ങനെ ഓരോ ലാൻഡ്സ്കേപ്പിലൂടെയാണ്
ഏതൊരു ട്രെയിൻ ജേർണി വന്നിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഏതൊക്കെ ലാൻഡ്സ്കേപ്പിലാണ് അത് വന്നിട്ട് പോകുന്നത്. ഓക്കെ, ആ പോകുന്ന സമയത്ത് ആ ട്രെയിനിൻ്റെ മ്യൂസിക്, ഓക്കെ, ആ ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ ട്രെയിനിൻ്റെ സൗണ്ടാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ, അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ അതേപോലെ ട്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കിനെ കുറിച്ചും ആ ട്രെയിനിൻ്റെ വരുന്ന സൗണ്ടിനെ കുറിച്ചും പിന്നെ അതേപോലെ ട്രെയിൻ ജേർണിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പോരാണ്ട് അതിൻ്റെ ഭംഗിയും സ്പീഡും അതിൻ്റെ എമോഷൻസും ഒക്കെ ഓരോ ലാൻഡ്സ്കേപ്പിലൂടെയൊക്കെയാണ് ഈ ട്രെയിൻ ജേർണി പോകുന്നത്. ഇത് എക്സ്പ്രസ് പറഞ്ഞ ട്രെയിൻ വന്നിട്ട് പോകുന്നത് എന്നാണ് ഇവിടെ ഓത്തർ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു പോമിൻ്റെ 1 ലൈൻ സമ്മറി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആ പോം ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് നോക്കാം. സോ ദ എക്സ്പ്രസ് റിട്ടൺ ബൈ സ്റ്റീഫൻ സ്പെൻറ്റർ. ഈ ഒരു സ്ലൈഡിൽ ഞാൻ ട്രെയിനിൻ്റെ പിക്ക് കൊടുത്തിട്ടുണ്ടല്ലേ സൈഡിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പോം ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് അവിടെ ട്രെയിനിൻ്റെ പിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. Okay, after the first powerful plane manifesto, the black statement of pistons, without more fuss but gliding like a queen, she leaves the station. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മുടെ ട്രെയിനിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. അതായത് ആ ട്രെയിൻ എടുക്കുന്ന സ്ഥലം, ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം, ഓക്കെ, അതാണ് അവിടെ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ആ ലൈനിൽ പറയുന്നത്. അതായത് ദ പ്ലെയിൻ മാനിഫെസ്റ്റോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര വലിയ വേർഡാണ്, എന്നിട്ട് ഭയങ്കര എന്താ പറയുക ഒരു എന്താ പറയുക പ്ലെയിൻ മാനിഫെസ്റ്റോ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാണ്ട് ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതായത് അതിൻ്റെ ഒരു സൗണ്ട്, ആ ട്രെയിൻ ഉണ്ടാക്കുന്ന അനൗൺസ്മെൻ്റ് ഒക്കെ, ട്രെയിൻ വരുന്നതിന് മുമ്പ് കൊടുക്കുന്ന അനൗൺസ്മെൻറ്റ് ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ, അതാണ് നമ്മൾ ഈ പ്ലെയിൻ മാനിഫെസ്റ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ദ ഫസ്റ്റ് പവർഫുൾ പ്ലെയിൻ മാനിഫെസ്റ്റോ, അപ്പോൾ ആദ്യം ഈ ഒരു ലൈന് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ട്രെയിനിൻ്റെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പിക്ചർ നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ ട്രെയിനിൽ കയറാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് അവിടെ ആ ഒരു അനൗൺസ്മെൻറ്റ്, അതായത് നെക്സ്റ്റ് ട്രെയിൻ ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്, ഈ ട്രെയിനിൻ്റെ പേര് പറയും അല്ലെങ്കിൽ ടൈം പറയും, ഈ ടൈം ആകുമ്പോൾ അവിടെ അറൈവൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ആ അനൗൺസ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഭയങ്കര പവർഫുൾ ആയിരിക്കും, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ആഫ്റ്റർ ദ ഫസ്റ്റ് പവർഫുൾ പ്ലെയിൻ മാനിഫെസ്റ്റോ, ഓക്കെ, ദ ബ്ലാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പിസ്റ്റൺ വിത്തൗട്ട് മോർ ഫസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അവിടെ പോയി നിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ്, ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നമ്മൾ കേൾക്കുകയാണ്. ദെൻ ബ്ലാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പിസ്റ്റൻസ് വിത്തൗട്ട് മോർ ഫസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് ട്രെയിൻ വരാണ്. അവിടെ ട്രെയിനിയാണ് ഇത് പിസ്റ്റൻസ് എന്നൊക്കെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്താണ് അവിടെ ഒരു ട്രെയിൻ ഇങ്ങോട്ട് അല്ലെങ്കിൽ ട്രെയിൻ റെയിൽവേ ട്രാക്കിലോട്ട് ഇങ്ങനെ അറൈവ് ആവുകയാണ് വിത്തൗട്ട് മോർ ഫസ്. ഓക്കെ, അപ്പം വിത്തൗട്ട് മോർ ഫസ് പറയുമ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ആ ട്രെയിന് ബോധേഡ് അല്ല. ഓക്കെ, ആരാ അവിടെ ഉള്ളത് അല്ലെങ്കിൽ ആരാ അവിടെ ഇല്ലാത്ത എന്ന് പറഞ്ഞിട്ടൊന്നും ആ ട്രെയിനിന് ബോധേഡ് അല്ല. ഓക്കെ, അത് ഒന്നിനെ കുറിച്ച് ബോധേഡ് ചെയ്യാണ്ട് ആ അനൗൺസ്മെൻറ്റ് വന്ന ശേഷം ആ ട്രെയിൻ ആ ട്രാക്കിലോട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് അറൈവ് ചെയ്യാണ്. ബട്ട് ഗ്ലൈഡിങ് ലൈക്ക് എ ക്വീൻ ഷി ലീവ്സ് ദ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ അല്ലെങ്കിൽ എക്സ്പ്രസ് പറഞ്ഞ ട്രെയിനിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്ന, ഓക്കെ, അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് സ്ട്രക്ചറാണ് ക്വീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിന് ക്വീൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അവിടെ എക്സ്പ്രസ് പറഞ്ഞ ആ ഒരു പോമിൽ വന്നിട്ട് ടൈറ്റിൽ വന്നിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ക്വീനെയാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ വരുന്ന ആ ഒരു ട്രെയിൻ വന്നിട്ട് ക്വീനിനെ പോലെയാണ് വരുന്നത്. ഓക്കെ, ക്വീൻ എങ്ങനെയാണോ ഒരു പാലസിലുള്ളത് അല്ലെങ്കിൽ ക്വീൻ എങ്ങനെയാണ് പാലസ് വരാന്തയിലൂടെ നടന്നു വരുന്നത്, അതുപോലെയാണ് നമ്മുടെ ഈ ഒരു ട്രെയിൻ വന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് കടന്നു വരുന്നത് എന്നാണ് അവിടെ വന്നിട്ട് പറയുന്നത്. ഓക്കെ, കടന്നു വരുന്നുണ്ട്, അതിന് ശേഷം ആ റെയിൽവേ സ്റ്റേഷനിൽ അത് ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലീവ് ചെയ്തിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് അത് മൂവിങ് ഫോർവേഡ്. ഓക്കെ, യെസ്, വിത്തൗട്ട് ബോവിങ് ആൻഡ് വിത്ത് unrestrained concern, she passes the houses with humbly crowd inside. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വീൻ എന്നൊക്കെ പറയുമ്പോൾ ക്വീൻസിനൊന്നും ആരും ബോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, ബാക്കിയുള്ള ആൾക്കാരാണ് ക്വീനിനെ നോക്കും ബോ ചെയ്യുക, അല്ലാണ്ട് ക്വീൻ ഒരിക്കലും ആരെയും മുന്നിലും ബോ ചെയ്യില്ല അല്ലേ. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് ആൻ്റെ മുന്നിലും ബോ ചെയ്യുന്നില്ല. വിത്ത് റെസ്ട്രെയിൻ കൺസേൺ, ഒന്നിനെക്കുറിച്ചും കൺസ്ട്രെയിൻഡും അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആളൊരു കൺസേൺഡ് അല്ല. ഓക്കെ, ട്രെയിൻ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും ആരുണ്ട് അല്ലെങ്കിൽ ആരില്ല എന്നൊരു കാര്യത്തിനെ കുറിച്ച് ഒന്നും തന്നെ ആ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ഒന്നും തന്നെ ആൾ ബോധേഡ് അല്ല. ഓക്കെ, ഒന്നിനെ കുറിച്ച് ഒരു കൺസേൺ ഇല്ല, അൺകൺസേൺ ആണ് ആൾ. ഓക്കെ, അപ്പോൾ ആളെന്താണ് ക്വീൻ ആയതുകൊണ്ട് ട്രെയിനിൽ ക്വീൻ ആണ് അല്ലേ, ഇവിടെ ട്രെയിനിന് ക്വീൻ ആയിട്ടാണ് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും ക്വീൻ ആയിട്ടൊന്നും തന്നെ ക്വീൻ ആയതുകൊണ്ട് ആളും ആരെയും ബോ ചെയ്യുന്നുമില്ല. ഷീ പാസസ് ദ ഹൗസസ്. ഓക്കെ, അപ്പോൾ ആ ട്രെയിൻ എന്നിട്ട് ഓരോ ഹൗസസിലൂടെയൊക്കെ ഇല്ലെങ്കിൽ ആ ഒരു വില്ലേജിലൂടെയൊക്കെ ഇങ്ങനെ ആൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ചുറ്റും ഹൗസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഹൗസസുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്ത് ക്രൗഡായിട്ട് നിൽക്കുകയാണ്, അതായത് ട്രെയിനൊക്കെ
വരുന്നുണ്ടല്ലോ എപ്പോഴും ഈ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ട്രെയിനൊക്കെ വരുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്ന സമയത്ത് വേഗം ട്രെയിനൊക്കെ പോയി നോക്കാൻ നിൽക്കും, അത്ഭുതമായിട്ട് നമ്മൾ നോക്കാൻ നിൽക്കും അല്ലേ. അപ്പോൾ അതേപോലെ അവിടുത്തെ വില്ലേജസിലെ ഹൗസസിലുള്ള എല്ലാ ആൾക്കാരും എന്താണ് ഇങ്ങനെ ക്രൗഡായിട്ട് ഔട്ട്സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ തിങ്ങി തിരക്കിയിട്ട് എല്ലാവരും നോക്കണം, ട്രെയിൻ വന്നോ, ട്രെയിൻ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് ഈ ക്വീനിന് ഭയങ്കര ഹാപ്പിയാണ്, ട്രെയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാണ് ആൾ. ഓക്കെ, യെസ്. The gas works and at last the heavy page of death printed by gravestones in the cemetery. ഓക്കെ, അപ്പോൾ ആൾ വില്ലേജിലൂടെയും അല്ലെങ്കിൽ ഹൗസസിലൂടെയൊക്കെ ആൾ പാസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സിമെൻട്രി, ഓക്കെ, സെമിത്തേരീൻ്റെ അടുത്താണ് ആൾ നെക്സ്റ്റ് വന്നിട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അവിടെ കുറേ ഗ്രേവ് സൈറ്റ്സും ഓക്കെ ഇല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സെമിത്തേരിയിലുള്ള ടോംസും എല്ലാം ആൾ നോക്കുകയാണ്. ഓക്കെ, നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിയോണ്ട് ദ ടൗൺ ദ ലൈസ് ദ ഓപ്പൺ കൺട്രി വെയർ ഗാദറിംഗ് സ്പീഡ് ഷീ റിക്വയേഴ്സ് മിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞു, അതേപോലെ സെമിത്തേരിയിൽ കടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൾ മെല്ലെ പിന്നീട് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൗണിലോട്ട് പോകുന്ന സമയത്ത് അതൊരു ഓപ്പൺ കൺട്രി ആയിട്ടാണ് തോന്നുന്നത് ആൾക്ക്. ഓക്കെ, അവിടെ എന്താണ് ആൾ മെല്ലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ട്രെയിൻ എപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന സ്പീഡും അതേപോലെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യുന്ന ആ ഒരു സ്പീഡും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. മെല്ലെ മെല്ലെ പതുക്കെ അതിങ്ങനെ ഇൻക്രീസ് ചെയ്യും അല്ലേ, അത് സ്പീഡ് ഗ്യാദർ ചെയ്യും. അപ്പോൾ ആ ഒരു സിറ്റിയൊക്കെ എത്തുന്ന ഒരു സമയത്ത് ആൾ എന്താണ് ട്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ക്വീൻ വന്നിട്ട് എന്താണ് സ്പീഡ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മിസ്റ്ററി പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഒരു നിഗൂഢത പോലെ നമുക്ക് തോന്നുന്നത്. അതായത് നെക്സ്റ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്നും അറിയില്ല അല്ലേ, ഏത് വഴിയിലൂടെ അത് സഞ്ചരിക്കാൻ നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഏതിലൂടെയാണ് ഇത് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പാസേഞ്ചേഴ്സൊക്കെ എന്താണ് മിസ്റ്ററി ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ട്രെയിൻ ജേർണി എന്ന് പറയുമ്പോൾ എന്താണ് ഇത് മിസ്റ്ററി ആയിട്ടാണ് ഇവിടെ ആൾ പറയുന്നത്. ഓക്കെ, നിഗൂഢത നിറഞ്ഞതാണ് ഒരു ട്രെയിനിൻ്റെ യാത്ര എന്നാണ് ഇവിടെ നമ്മുടെ ഓത്തർ പറയുന്നത്. ദെൻ ലേറ്റർ ദ ലുമിനിയസ് സെൽഫ് പൊസഷൻ ഓഫ് ഷിപ്സ് ഓൺ ഓഷൻ. ഇറ്റ് ഈസ് നൗ ഷീ ബിഗിൻസ് ടു സിങ് അറ്റ് ഫസ്റ്റ് ക്വൈറ്റ് ലോ, ദെൻ ലൗഡ് ആൻഡ് അറ്റ് ലാസ്റ്റ് വിത്ത് എ ജാസി മാഡ്നസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആൾ എന്താ പറയുന്നത്, അതായത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഓഷനിലൂടെ ഷിപ്സിലൂടെയൊക്കെ ഇങ്ങനെ ആൾ, അതായത് ഈ ഒരു താഴെ ഇപ്പോൾ അരിവയ്ക്കുള്ള സമയത്ത് അതിലൂടെയൊക്കെ ഇങ്ങനെ ട്രെയിനൊക്കെ പാസേജ് ചെയ്ത് പോകും അല്ലേ, അതിങ്ങനെ കടന്നു പോകും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ വാട്ടർഫോൾസിൻ്റെ ആ വെള്ളത്തിൻ്റെ സൗണ്ടും അതൊക്കെ കേട്ടുകൊണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ സമയത്ത് പോകുന്ന സമയത്ത് ഇതെന്താണ് അതിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലുമിനിയസ് സെൽഫ് പൊസഷൻ ഓഫ് ഓഷൻസ് ഓൺ ഷിപ്സ് ഓൺ ഓഷൻസ് ഇറ്റ് ഈസ് നൗ ബിഗിൻസ് ടു സിങ്. ഓക്കെ, അപ്പോൾ മെല്ലെ മെല്ലെ അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് എന്താണ് ആദ്യം ചെറിയ സൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിനിന്, പതുക്കെ ആ സൗണ്ട് ഒന്നും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് വന്നിട്ട് ട്രെയിൻ അല്ലെങ്കിൽ ക്വീൻ പാടുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഷീ ബിഗിൻസ് ടു സിങ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മെല്ലെ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു വിസിൽ സൗണ്ട് ഉണ്ടാവും അല്ലേ, ട്രെയിൻ ഒരു കുറച്ച് നേരം ഒരു സൗണ്ട്, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വിസിൽ സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സൗണ്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വീൻ പിന്നെ മെല്ലെ മെല്ലെ പാടാൻ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിൽ നിന്ന് വരുന്ന സൗണ്ട് എങ്ങനെയാണ്, ട്രെയിൻ വന്നിട്ട് പറയുമ്പോൾ ക്വീൻ ആണല്ലേ, അപ്പോൾ ക്വീൻ പാടുന്ന പോലെയാണ് ഇവിടെ നമ്മുടെ ഓത്തർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, The song of her whistle, screaming at curves of deafening tunnels, breaks innumerable bolts. ഓക്കെ, അപ്പോൾ ആ പോകുന്ന സമയത്തുള്ള ആ ഒരു ട്രെയിൻ ട്രാക്കത്തുള്ള ബോൾട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ കേർവ്സ് ഒക്കെ പോകുന്ന സമയത്തും സ്ക്രീം ചെയ്യുക, അത് കത്തി നിലവിളിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഗുഹേൻ്റെ ഉള്ളിൽ ട്രെയിൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ആ ഒരു സൗണ്ട് വിസിലിംഗ് സൗണ്ട് കേൾക്കുന്ന സമയം നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഭയങ്കര എക്കോയിങ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഭയങ്കര നമുക്കൊരു സ്ക്രീമിങ് പോലെയാണ് തോന്നുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്. ദെൻ ഓൾവേസ് ലൈറ്റ് ഏരിയൽ അണ്ടർനീത്ത് goes the elite meter of her wheels. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ട്രെയിനിൻ്റെ വീൽസ് ഞാൻ നെക്സ്റ്റ് പറയുന്നത്, അതായത് അത് ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചില സമയത്ത് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്താണ് ഭയങ്കര ലൈറ്റാണ്, ഏരിയയിലാണ്, അണ്ടർനീത്താണ്, അതിൻ്റെ സൗണ്ട് ഭയങ്കര റിത്തമിക് ആയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, എലൈറ്റ് മീറ്റർ ഓഫ് ഹർ വീൽസ്. ചില സമയത്ത് എന്താണ് പതുക്കെ പോകും, ചില സമയത്ത് സ്പീഡായിട്ട് പോകും. പക്ഷേ എന്തൊക്കെ സ്പീഡും അല്ലെങ്കിൽ ഭയങ്കര സ്പീഡായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്പീഡ് അല്ലാണ്ട് ഉണ്ടെങ്കിലും എന്താണ് അതിൻ്റെ സൗണ്ട് റിത്തമിക് ആണ്. ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു സൗണ്ടാണ് ട്രെയിനിൻ്റെ എന്നാണ് ഇവിടെ ഓത്തർ വന്നിട്ട് ആ ട്രെയിന് വർണ്ണിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റീമിങ് ത്രൂ മെറ്റൽ ലാൻഡ്സ്കേപ്പ് ഓൺ ഹെർ ലൈൻസ്. ദെൻ ഓക്കെ, ഷീ പ്ലങ്സ് ന്യൂ എറാസ് ഓഫ് വൈൽഡ് ഹാപ്പിനെസ്. അപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകുന്ന സമയത്ത് ആളുടെ ഹാപ്പിനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈൽഡ് ഹാപ്പിനെസ് ആയിട്ടാണ് ഇവിടെ ഓത്തർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ആളുടെ ഹാപ്പിനെസ്സിന് ഒരു എൻഡില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഹാപ്പിനെസ് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയ്ക്കും ഹാപ്പി ആയിട്ടാണ് ട്രെയിൻ എപ്പോഴും ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ട്രെയിൻ എപ്പോഴും പോകുമ്പോൾ എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ട്രെയിൻ പോകുന്നത്. എങ്ങനെയാണ് ക്വീൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതുപോലെ ട്രെയിൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, വെർ സ്പീഡ് ത്രൂ
rows up strange shapes, broad curves and parallel clean like the steel of the guns. ഓക്കെ, അപ്പോൾ അത് പിന്നീട് നമ്മുടെ ആ റെയിൽവേ ട്രാക്കിനെയാണ് പറയുന്നത്. അത് എപ്പോഴും പാരലൽ ലൈൻസ് ആണ് അല്ലേ, ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല അല്ലേ, പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കേവ് ഉള്ള ചില സമയത്ത് അത് നല്ലൊരു കേവ് ഉണ്ടാവില്ല ആ റെയിൽവേ ട്രാക്കിന്. ആ കേവിലൂടെ പോകുന്നുണ്ട്, പാരലൽ ലൈൻസിലൂടെ നമ്മുടെ ക്വീൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രസ് നമ്മുടെ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ സമയത്ത് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുകയാണ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഫർദർ ദെൻ എഡിൻബർഗ് ഓർ റോം ബിയോണ്ട് ദ ക്രസ്റ്റ് ഓഫ് ദ വേൾഡ് ഷീ റീച്ചസ് ദ നൈറ്റ്. ഓക്കെ, അപ്പോൾ പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞു ഹൗസസിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് എന്തായിരുന്നു നമ്മുടെ ഹൗസിലൂടെ സഞ്ചരിച്ചു, പിന്നെ അതേപോലെ തന്നെ വാട്ടർഫോൾസ് അല്ലെങ്കിൽ ഓഷ്യൻസ് അതിലൂടെയൊക്കെ ആൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ഫോറസ്റ്റിലൂടെയൊക്കെ ആൾ കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ആൾ കൺട്രീൻ്റെ അല്ലെങ്കിൽ സിറ്റീൻ്റെ സെൻട്രൽ ക്രസ്റ്റ് ഓഫ് ദ വേൾഡ്, ഓക്കെ, സിറ്റീൻ്റെ സെൻട്രലിലൂടെ ആൾ വന്നിട്ട് പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, ആ സമയമാകുമ്പോഴേക്കും എന്താണ് രാത്രിയായി കഴിഞ്ഞു. വേർ ഓൺലി എ ലോ സ്റ്റീം ലൈറ്റ് ബ്രൈറ്റ്നസ്. ഓക്കെ, രാത്രി സമയത്ത് എപ്പോഴും ട്രെയിനിൻ്റെ മുന്നിൽ ചെറിയൊരു സൈഡിലും അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിലൊക്കെ ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ലൈറ്റ് നല്ല ഭംഗിയുള്ള ലൈറ്റ്, ആ ലൈറ്റ് ആ ട്രെയിനിന് നമ്മൾ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളതാണ് എന്നാണ് ഇവിടെ നമ്മുടെ ഓത്തർ വന്നിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഓഫ് ഫ്രോസ്ഫറസ് ഓൺ ദ ടോസിങ് ഹിൽസ് ഈസ് വൈറ്റ്. അപ്പോൾ അതിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഹിൽസിലൂടെ ആ ട്രെയിൻ പോകുന്ന സമയത്ത് അവിടെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. അതിലൂടെ ചെറിയൊരു വെളിച്ചം മാത്രം, ട്രെയിനിൻ്റെ മുന്നിൽ ആ വെളിച്ചം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ ഓത്തർ വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ഒരു പ്ലേസ്. ഓക്കെ, ഒരു ഹില്ലിൻ്റെ അല്ലെങ്കിൽ മൗണ്ടൻസിനൊക്കെ താഴെ ഇങ്ങനെ നല്ല ഫുള്ള് മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട്. അതിലൂടെ ഒരു ട്രെയിനിൻ്റെ നല്ല വിസ്ലിംഗ് സൗണ്ടിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മഞ്ഞിനുള്ളിലൂടെ ഒരു ട്രെയിൻ ഒരു സൗണ്ടും ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ആ ട്രെയിൻ വരുന്ന സമയത്ത് എന്താണ് അവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു വെളിച്ചം മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അത്രയ്ക്കും ഭംഗിയുള്ളതാണ് ട്രെയിൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലൈക്ക് എ കോമറ്റ് ത്രൂ ഫ്ലെയിം ഷീ മൂവ്ഡ് എൻട്രൻസ് wrapped in her music, no bird sung, nor bow breaking with honey buds shall ever ഈക്വൽ. ഓക്കെ, അപ്പോൾ ആൾ പറയുകയാണ്, അതായത് കോമറ്റ് പോലെ, അതായത് വാൽ നക്ഷത്രം. ഓക്കെ, വാൽ നക്ഷത്രം നമ്മളിങ്ങനെ മേഘത്തിൽ നമ്മളിങ്ങനെ ആകാശത്ത് രാത്രി സമയത്ത് കുറേ നക്ഷത്രം മൂണൊക്കെ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് കോമറ്റ് നമുക്ക് കാണാം, വാൽ നക്ഷത്രം കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വാൽ നക്ഷത്രം ഓൾ ഓഫ് ദ സഡൻ അതിങ്ങനെ ഫോൾ ചെയ്യുന്നതാണ് അല്ലേ. കോമറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആകാശം നോക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്നായിരിക്കും അതിൻ്റെ ഫോളിങ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ മഞ്ഞുമൂടി ആ മൗണ്ടൈൻസ് താഴ്വരയിലൂടെ നമ്മുടെ ഇങ്ങനെ ട്രെയിൻ പെട്ടെന്ന് വന്നിട്ട് പോകും. ഓക്കെ, ട്രെയിനിൻ്റെ സ്പീഡ് പെട്ടെന്നാണല്ലേ, മെല്ലെ ഒന്ന് പതുക്കെ ഒന്നും ട്രെയിൻ ഒരിക്കലും വരില്ല, ഭയങ്കര സ്പീഡിലാണ് വരിക. അപ്പോൾ ആ മഞ്ഞിലൂടെ ഒരു മഞ്ഞ കളർ ലൈറ്റ് എങ്ങനെയാണ് കൊമറ്റിനെ പോലെ പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോകുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ആ വിസ്ലിംഗ് സൗണ്ട്, ട്രെയിനിൻ്റെ സൗണ്ട് ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗി ഒരിക്കലും ഏത് ബേർഡ്സിനാണെങ്കിലും ഏത് മ്യൂസിക് ആണെങ്കിലും അതിന് മുന്നേ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. ഏതൊരു ബേർഡ്സിൻ്റെ സൗണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മ്യൂസിക് ആണെങ്കിലും ട്രെയിനിൻ്റെ മ്യൂസിക്കിന് മുന്നിൽ തോറ്റുപോകും എന്നാണ് പറയുക. അത്രയ്ക്കും ഭംഗിയുള്ളൊരു സൗണ്ടാണ് ട്രെയിനിൻ്റെ എന്നാണ് ഇവിടെ നമ്മുടെ സ്റ്റീഫൻ സ്പെൻഡർ എന്നിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ ബ്രേക്കിംഗ് വിത്ത് ഹണി ബഡ്സ് ഷാൽ എവർ ഈക്വൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹണി ബഡ്സിൻ്റെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ ആണ് മ്യൂസിക്സിനാണ് എന്തിൻ്റെ ഒരു സൗണ്ട്സ് ആണെങ്കിലും ഇതിനൊരിക്കലും എന്താണ് ഈ ഷാൽ എവർ ഈക്വൽ. ഓക്കെ, ഒരിക്കലും അതിൻ്റെ ഒപ്പം എത്താൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ ഈക്വൽ ആയിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല എന്നാണ് ആളിവിടെ പറയുന്നത്. ഏതൊരു മ്യൂസിക്കിന് ഏതൊരു ബേർഡ്സിൻ്റെ ആണെങ്കിൽ ഏത് ഹണി ബഡ്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരിക്കലും ഈക്വലായിട്ട് ഈ ഒരു ട്രെയിനിൻ്റെ സൗണ്ട് ഈക്വലായിട്ട് വരാൻ പറ്റില്ല എന്ന് ആൾ പറയാണ്. ഓക്കെ, അതിനെക്കാട്ടിലും എല്ലാ സൗണ്ടിനെക്കാട്ടിലും ഒരു അടിപൊളി സൗണ്ടാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു മെലോഡിയസ് ആയിട്ടൊരു സൗണ്ടാണ് നമ്മുടെ ട്രെയിനുള്ള ഒരു സൗണ്ട് എന്നാണ് ഇവിടെ ഓത്തർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ലൈൻ ബൈ ലൈൻ സമ്മറി ഓഫ് ദിസ് പോം. ഓക്കെ, ദ എക്സ്പ്രസ് റിട്ടൺ ബൈ സ്റ്റീഫൻ സ്പെൻഡർ. നമ്മൾ ഈ ഓത്തർ ഈ ഒരു ടെക്സ്റ്റിൽ ഏതൊരു ചാപ്റ്ററിൻ്റെ ആണെങ്കിലും ശരി നമ്മൾ ടൈറ്റിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓത്തറും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമിന് മേ ബി ഓത്തറിന് ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചു എന്ന് വരാം, അതുകൊണ്ട് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പോമിന് മെയിനായിട്ട് ഒരു ട്രെയിനിൻ്റെ ജേർണി, അതേപോലെ ട്രെയിനിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ട്രെയിനിൻ്റെ സൗണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ആൾ പറയുന്നത്. അതേപോലെ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ക്വീൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പോമിൽ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രീസ് ആയിട്ട് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിന് സിംബലൈസ് ചെയ്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ലോലി വി ആർ ഗെറ്റിംഗ് അഡോപ്റ്റഡ് ടു ദ ന്യൂ ടെക്നോളജീസ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജീസ്. ആദ്യമൊന്നും ട്രെയിൻ ഉണ്ടായിരുന്നില്ല, പിന്നീട് ട്രെയിൻ വന്നില്ല. അത് മോഡേൺ ടെക്നോളജി ആയിട്ട്
പറയുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ എന്താണ് നമ്മൾ നടന്നു പോകാനും ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പം നമ്മൾ മോഡേൺ ടെക്നോളജി നമ്മളിട്ട് അഡോപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓത്തർ വന്നിട്ട് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു സമ്മറി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.